ഫ്രണ്ട്സ് എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അഖിൽ സതീഷ് ആൻഡ് വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ്. മക്കളെ, ഇന്നാണ് ആ കാത്തിരുന്ന ദിവസം. നിങ്ങളുടെ +2 റിസൾട്ട് ഇന്ന് 3 മണിക്ക് ശേഷം ഒരു 4 മണിയോടുകൂടി നിങ്ങളെല്ലാവരും അറിയാൻ പോവുകയാണ്. ഈ അറിഞ്ഞതിന് ശേഷമാണ് യഥാർത്ഥ ടാസ്കുകൾ ആരംഭിക്കുന്നത്. നിങ്ങളെ പീഡിപ്പിക്കുന്നതല്ല, പക്ഷേ കൃത്യമായിട്ട് മനസ്സിലാക്കുക, ആ റിസൾട്ട് വന്നതിന് ശേഷം SSLCയെ പോലെ അല്ല. നിങ്ങൾ ഇതുവരെ വന്ന റിസൾട്ടുകളെല്ലാം A+കളും അതുപോലെ തന്നെ എണ്ണവും എല്ലാം കൂടി കണക്കാക്കി സ്കൂൾ വൈസ് നോക്കുമ്പോൾ സ്കൂളിൽ എത്ര ഫുൾ A+ ഉണ്ട് എന്നും. പക്ഷേ നമ്മുടെ +2 റിസൾട്ട് വരുമ്പോൾ +1ലെ റിസൾട്ട് ഓൾറെഡി നിങ്ങൾ അറിഞ്ഞതാണ്. പക്ഷേ +2ൽ കൂടി വരുമ്പോൾ ഇനി അങ്ങോട്ട് പെർസെൻറ്റേജ് എത്രയാണ്, ഓരോ വിഷയത്തിനുമുള്ള പെർസെൻറ്റേജ് എത്രയാണ്, അതുപോലെ തന്നെ പാസ് മാർക്ക്, ഡബിൾ വാല്യൂഷൻ ആയിരുന്നു, അങ്ങനെ ഒരുപാട് പുതിയ ടേംസ് നിങ്ങൾ കേട്ടതാണ്. ഇനി അങ്ങോട്ടുള്ള അലോട്ട്മെൻറ്റിനും നിങ്ങളുടെ മാർക്ക് വൈസുള്ള എൻട്രൻസ് എക്സാമിന് ഒക്കെ അപ്ലോഡ് ചെയ്യാൻ നേരത്തും ആ രീതിയിലുള്ള പെർസെൻറ്റേജും ബാക്കി കാര്യങ്ങളും ഒക്കെയാണ് നിങ്ങൾ അറിയാനും കേൾക്കാനും ഒക്കെ പോകുന്നത്. നിങ്ങൾക്ക് ഉപകാരപ്രദമായി മാറാൻ പോകുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെ നമുക്ക് കൃത്യമായിട്ട് അതിൻ്റെ പാസ് മാർക്ക് എത്രയാണ്, പെർസെൻറ്റേജ് നോക്കാം എന്നൊക്കെയാണ്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക, നിങ്ങൾക്ക് 6 വിഷയങ്ങളിലുള്ളതിൽ 540 നിങ്ങൾ +1ൽ എഴുതി കഴിഞ്ഞു, 660 +2ൽ എഴുതിയത്. അതിൽ തന്നെ ഓരോ വിഷയവും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 6 വിഷയങ്ങൾക്ക് ഒരു വിഷയത്തിന് 200 വെച്ചിട്ട് 6 × 200 1200 മാർക്കിനാണ് നിങ്ങളുടെ ഫൈനൽ റിസൾട്ട് വരാൻ പോകുന്നത്. അതിൽ തന്നെ ഓരോ വിഷയവും എടുത്തു കഴിഞ്ഞാൽ 30% പാസ് മാർക്ക് എന്ന് പറയുന്നത്. 90%, അതായത് 200ൽ രണ്ടും കൂടി നോക്കി 180 കൂടുതൽ വന്നു കഴിഞ്ഞാൽ, 180 അതിൽ കൂടുതലോ വന്നു കഴിഞ്ഞാൽ എന്താണ്, നിങ്ങൾക്ക് A+ ആണ്. ഈ 200 എന്ന് പറയുന്നത് നിങ്ങൾ എഴുതി മേടിച്ചത് മാത്രമല്ല, ചില വിഷയങ്ങൾക്ക് അതിൽ പ്രാക്ടിക്കൽ കൂടി വരും, ചില വിഷയങ്ങൾക്ക് ഇംഗ്ലീഷ് പോലുള്ള വിഷയങ്ങൾക്ക് CE മാർക്ക് വരും. ഇനി ഇത് കൂടാതെ നിങ്ങൾക്ക് അർഹമായിട്ടുള്ള NSനാണെങ്കിൽ 24 മാർക്ക്, സ്കൗട്ട് രാഷ്ട്രപതി വരെയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ 30 മാർക്ക് ഗ്രേസ് മാർക്ക്, ഇതെല്ലാം കൂടി ചേർത്തിട്ടാണ് നിങ്ങൾക്ക് 1200 മാർക്ക് വരുന്നത്. അപ്പോൾ 200ൽ 180 ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് A+ ആണ് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് 1200ന് 1100 മാർക്കുണ്ട് എന്ന് വിചാരിക്കാം. ആ 100 മാർക്ക് പോയത് 2 വിഷയങ്ങൾക്ക് 50-50 വെച്ചാണ് എന്നെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്താണ്, 4 A+കൾ മാത്രമാണ് കിട്ടുന്നത്. ബാക്കി 2 വിഷയങ്ങൾക്ക് നിങ്ങൾക്ക് A+ ഇല്ല, കുറഞ്ഞ ഗ്രേഡുകളാണ് കിട്ടുന്നത്. പക്ഷേ നിങ്ങളുടെ മാർക്ക് വരുമ്പോൾ 1200ന് 1100 ഏകദേശം നല്ല മാർക്കാണ്. ഇതേ സിനാരിയോ വേറൊരു കുട്ടിക്ക് നോക്കുക. അവന് 6 വിഷയങ്ങൾക്ക് 20 മാർക്ക് വെച്ച് പോയി, അതായത് 120 മാർക്ക് പോയി. അവൻ്റെ ടോട്ടൽ മാർക്ക് 1080 മാത്രമേ വരുന്നുള്ളൂ. സ്റ്റിൽ അവൻ എന്താണ്, 6 വിഷയങ്ങൾക്കും ഫുൾ A+ ഉണ്ട് എന്നതാണ്. അപ്പോൾ ഇവിടെ ഫുൾ A+കൾ എന്നതിനേക്കാളും നിങ്ങൾക്ക് ടോട്ടൽ പെർസെൻറ്റേജ്, അതായത് 1200ൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടുന്നുവോ അതിൻ്റെ പെർസെൻറ്റേജ് എടുത്ത് നിങ്ങൾക്ക് വിജയ ശതമാനം നോക്കാം. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് പർട്ടിക്കുലറായിട്ട് ഓരോ സബ്ജക്ട്സിനും ഇത്തരത്തിൽ 200ൽ എത്ര കിട്ടി അതിനനുസരിച്ച് പാസ് പെർസെൻറ്റേജ് നോക്കാം. അതിൽ 30% കൂടുതലാണെങ്കിൽ വിജയിച്ചു, അവിടെ ഗ്രേഡിനേക്കാളും മാർക്കിനാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റ്. 90% കൂടുതൽ കിട്ടുകയാണെങ്കിൽ A+ കിട്ടി. അപ്പോൾ ഇതെല്ലാം ഒരുപാട് വിദ്യാർത്ഥികൾക്ക് അറിയാം. സ്റ്റിൽ ഒരുപാട് പേര് കൺഫ്യൂഷനോടെ കമൻറ്റുകൾ ചെയ്യുന്നത് കണ്ടു. എന്തായാലും നിങ്ങളുടെ മുന്നിൽ വരുന്ന മാർക്ക് അടിസ്ഥാനമാക്കിയുള്ള ആദ്യത്തെ റിസൾട്ട്, അത് +2 റിസൾട്ടിന് ശേഷം ഇത്തരത്തിൽ അനലൈസ് ചെയ്യാനും കണക്ക് കൂട്ടാനും ഒക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. എല്ലാവർക്കും നല്ല മാർക്കുകൾ കിട്ടട്ടെ. മാർക്ക് റിസൾട്ട് വന്നു കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്.